നമസ്കാരം. IW ക്യാമ്പസിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പവർ ബിഐയിലെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പവർ ബിഐക്കകത്ത് യൂസ് ചെയ്യുന്ന പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ഉണ്ട്, പവർ ബി ഐ സർവീസ്, പവർ ബി ഐ മൊബൈൽ, ഇങ്ങനെ മൂന്ന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പവർ ബി ഐ ഡെസ്ക്ടോപ്പിനകത്ത് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ഒരു ബിസിനസ് ഇൻ്റലിജൻസ് ടൂളാണ്. അപ്പം പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്താ ഡേറ്റ കളക്ട് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും മോഡൽ ചെയ്യാനും അതുപോലെ തന്നെ ആ ഡേറ്റയെ ബേസ് ചെയ്ത് റിപ്പോർട്ടുകളും ഡാഷ്ബോർഡുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. പവർ ബി ഡെസ്ക്ടോപ്പ് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക, സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ പവർ ബി ഐ സർവീസ് ആണെങ്കിൽ അതൊരു ക്ലൗഡ് ബേസ്ഡ് സർവീസാണ്. അത് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ടിൽ പോയി നമ്മളത് സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പോൾ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ഓൺലൈൻ സർവീസാണ്. ഇതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ പവർ ബി ഐ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിപ്പോർട്ട്സോ ഡാഷ്ബോർഡും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ഒക്കെ ഈ പവർ ബി ഐ സർവീസ് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു ഓൺലൈൻ ക്ലൗഡ് ബേസ്ഡ് സർവീസ് ആയതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക, വെബ് ആപ്പ് ഡോട്ട് പവർ ബി ഐ എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്താൽ മതി. അതിനകത്ത് പവർ ബി ഐ സർവീസ് നമുക്ക് വിസിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഉപയോഗിച്ചത് മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്തത് ലോഗിൻ ചെയ്യുക. അവിടെ വർക്ക് സ്പേസ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഡാഷ്ബോർഡൊക്കെ അവിടെ നമുക്ക് ഉപയോഗിക്കാം. ഇനിയും ഇപ്പോൾ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ആ റിപ്പോർട്ടുകൾ ഡാഷ്ബോർഡ് പബ്ലിഷ് ചെയ്ത് ഓൺലൈൻ സർവീസായിട്ടുള്ള പവർ ബി ഐ സർവീസിലാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. എന്നിട്ടാണ് അത് എൻഡ് യൂസറിന് നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പവർ ബി ഐ മൊബൈൽ. പവർ ബി ഐ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈലിൽ ആൻഡ്രോയിഡോ ഐഫോണിലോ ഒക്കെ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട്സിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ പവർ ബി ഐ മൊബൈൽ വെച്ചിട്ടാണ്.